ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, നമുക്കിന്നൊരു മാംഗോ ചീസ് കേക്ക് ഉണ്ടാക്കിയാലോ? നല്ല ടേസ്റ്റാണ് കേട്ടോ, എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇതൊക്കെയാണ് മാംഗോ ചീസ് കേക്കിനുള്ള ഇൻഗ്രീഡിയൻസ്. ആദ്യം നമുക്ക് ചീസ് ഉണ്ടാക്കാം. ഹോം മെയ്ഡാണ് ചീസ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് 500 ml പാല് നന്നായിട്ട് തിളപ്പിക്കണം. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നാരങ്ങ നീര് ഒഴിക്കണം. അപ്പോൾ അത് നന്നായിട്ട് പിരിഞ്ഞ് വരും. നന്നായിട്ട് പിരിഞ്ഞ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് നമുക്ക് സ്ട്രെയിൻ ചെയ്തെടുക്കാം. സ്ട്രെയിൻ ചെയ്യുമ്പോൾ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ച് സ്ട്രെയിൻ ചെയ്യുന്നത് നല്ലതാണ്. അത് കഴിഞ്ഞിട്ട് നമുക്കത് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. തണുത്ത് കഴിയുമ്പം ഒരു മിക്സി ജാറിലേക്ക് നമ്മുടെ ചീസും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും 1/4 ടേബിൾ സ്പൂൺ വാനില എസൻസും 4 ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്ത് നന്നായി അടിച്ചെടുക്കാം. അടിച്ചെടുത്തത് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം. വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വയ്ക്കാം, ഒന്ന് തണുക്കട്ടെ. അപ്പോൾ അടുത്തതായിട്ട് മാംഗോ നമുക്ക് നന്നായിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ല മധുരമുള്ള മാങ്ങയാണ് കേട്ടോ. ഇത് കുറച്ച് മിക്സിയിലിട്ട് അടിക്കാനായിട്ട് എടുക്കാം. ഒരു 250 ml മതി. അപ്പോൾ ഒരു പാനിലേക്ക് അടിച്ചെടുത്ത മാംഗോ പ്യൂരിയും ഒരു 250 ml ഉണ്ട് കേട്ടോ ഇത്. അതിൻ്റെ കൂടെ ഒരു അര കപ്പിൽ താഴെയുള്ള പഞ്ചസാര, പിന്നെ ഒരു പിഞ്ച് ഉപ്പും, പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇതൊന്ന് ചൂടാക്കി നല്ല ബബിൾസ് വരുന്നവരെ ഒന്ന് നന്നായിട്ട് ചൂടാക്കാം. എന്നിട്ട് അത് സൈഡിലേക്ക് തണുക്കാനായിട്ട് മാറ്റാം. ബേസിന് വേണ്ടി നമുക്ക് കുറച്ച് ബിസ്ക്കറ്റ്, ഇത് മാരിയുടെ ബിസ്ക്കറ്റാണ്. ബിസ്ക്കറ്റ് 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർത്ത് മിക്സിയിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. പൊടിച്ചെടുത്ത ബിസ്ക്കറ്റും മെൽറ്റഡ് ആയിട്ടുള്ള ബട്ടറും ചേർത്ത് നമുക്ക് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം. ഇതൊരു ബേസിന് വേണ്ടിയാണ്, നല്ലൊരു ക്രഞ്ചിനെസ് കിട്ടാൻ വേണ്ടിയാണ്. ഇതിൻ്റെ ഒരു പരുവെന്ന് വെച്ചാൽ നമ്മളൊരു ഉരുള പിടിക്കുമ്പോൾ ഇങ്ങനെ ഉരുണ്ട് വരണം, ഇതുപോലെ. ഇനി നമുക്ക് നമ്മൾ ട്രേ എടുത്ത് അതിലേക്ക് ബേസ് നിറയ്ക്കാം. നന്നായിട്ട് പ്രസ് ചെയ്യണം. അതിനുശേഷം നമുക്ക് ജെലാറ്റിൻ എടുത്ത് ഒരു 2 ടീസ്പൂൺ ജെലാറ്റിൻ എടുത്തിട്ട് അത് നന്നായി നല്ല ചൂടുവെള്ളത്തിൽ നന്നായിട്ട് അലിച്ചെടുക്കണം. അലിഞ്ഞില്ലെങ്കിൽ ഡബിൾ ബോയിൽ മെത്തേഡിൽ നന്നായിട്ട് അലിച്ചെടുത്താലും മതി. നന്നായിട്ടൊരു കട്ട പോലും ഇല്ലാതെ ഇതുപോലെ നന്നായിട്ട് അലിയണം. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിരിക്കുന്ന നമ്മുടെ ക്രീം ചീസ് എടുത്ത് അതിലേക്ക് നമ്മുടെ മാംഗോ പ്യൂരിയും കൂടെ എടുത്ത് കുറച്ച് നമുക്ക് ബാക്കി മാറ്റി വെക്കണം. മാംഗോ പ്യൂരി ബാക്കിയെല്ലാം നമുക്ക് ക്രീം ചീസിലേക്ക് ഒഴിക്കാം. ഇതാണ് ബാക്കി കുറച്ച് മാറ്റി വെച്ചത്. എന്നിട്ട് നമ്മുടെ ചീസും മാംഗോ പ്യൂരിയും കൂടെ മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 1/2 കപ്പിനും താഴെ വിപ്പിംഗ് ക്രീമാണ് ഒഴിക്കുന്നത്. വിപ്പിംഗ് ക്രീമും കൂടെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഷുഗറും കൂടെ ആഡ് ചെയ്യണം. വിപ്പിംഗ് ക്രീമിന് മധുരം ഇല്ലാത്തതുകൊണ്ടാണ് ഷുഗർ ആഡ് ചെയ്യണത്. ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗർ മതിയായിരിക്കും. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യണം, നല്ലപോലെ മിക്സ് ചെയ്യണം. അതിനുശേഷം നമ്മൾ കലക്കി വെച്ചിരിക്കുന്ന ജെലാറ്റിൻ നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. കാരണം ജെലാറ്റിൻ നന്നായിട്ട് മിക്സ് ചെയ്താൽ നമ്മുടെ ചീസ് കേക്ക് നന്നായിട്ട് വരുള്ളൂ. എന്നിട്ട് നമ്മുടെ ട്രേയിലേക്ക് നമുക്കിതെല്ലാം ഒഴിച്ചു കൊടുക്കാം. ഫുൾ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഒന്ന് ടാപ്പ് ചെയ്തിട്ട് നമുക്കിതൊരു 30 മിനിറ്റ്സ് ഫ്രീസറിൽ തന്നെ വയ്ക്കാം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി വന്ന മാംഗോ പ്യൂരിയിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു 2 ടേബിൾ സ്പൂൺ ഷുഗറും ഒരു 1/2 ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി 1 ടീസ്പൂൺ ജെലാറ്റിനും കൂടെ ഒഴിച്ചിട്ട് ജെലാറ്റിൻ എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ. ചൂടുവെള്ളത്തിൽ നേരത്തെ ചെയ്ത് അതേപോലെ തന്നെ മിക്സ് ചെയ്ത് വെച്ചതാണിത്. അതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്, നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ഒരു 2 ഡ്രോപ്പ് വാനില എസൻസും കൂടെ ചേർത്തിട്ട് നമുക്കിത് ഓഫ് ചെയ്യാം. അപ്പോൾ അത് തണുക്കട്ടെ. ഇത് നമ്മുടെ ചീസ് റെഡി ആയിട്ടുണ്ട്, ചീസ് കേക്ക്. അതിൻ്റെ മുകളിലേക്ക് നമ്മളിത് നന്നായിട്ട് തണുത്തിട്ടുണ്ട്. ഇത് നമുക്ക് അതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫൈനലായി ഇതിനെ ഫ്രീസറിലേക്ക് വെക്കും. ആഫ്റ്റർ ഒരു ഓവർനൈറ്റ് കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാനെടുത്തത്. ഇതാണ് നമ്മുടെ ചീസ് കേക്ക്. എങ്ങനെ ഇരിക്കുന്നു? താങ്ക് യു സോ മച്ച്.